അമ്മേ, എന്താ മോളെ? അച്ഛൻ എങ്ങനെയാ മരിച്ചത് അമ്മേ? ജയിലിൽ വെച്ചാണോ? അച്ഛൻ എങ്ങനെയാ അമ്മ ജയിലിൽ പോയത്? എനിക്ക് അച്ഛനെ കുറിച്ച് എല്ലാം അറിയണം. മോളെ ചെല്ല്. അമ്മേ, അച്ഛന്റെ കൂടെ ചെല്ലാനാ പറഞ്ഞേ. അമ്മേ, എന്തായി കാര്യങ്ങള്? സരോജിനി അമ്മ ഉരുമ്പിട്ടിറങ്ങിയ വിചാരിച്ച കാര്യം നടത്താതെ അങ്ങോട്ട് തിരിച്ചു വരുവോ? എന്റെ മോളെ തുടങ്ങിയിട്ടുണ്ട്. ആ, ഇന്നലെ രാത്രി തന്നെ ഒരു തറക്കല്ലിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. അമ്മേ, ദേ കാര്യങ്ങളുടെ കടിഞ്ഞാൺ ഇപ്പൊ അമ്മയുടെ കയ്യിലാ. അറിയാം മോളെ, അമ്മയ്ക്കത് നന്നായിട്ടറിയാം. അമ്മ ആ കടിഞ്ഞാൻ കൃത്യമായി വലിച്ച് നമ്മുടെ കുതിരക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കെട്ടു. അവിടെ സുധാമണിയൊക്കെ എങ്ങനെയുണ്ട്? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? പണ്ടേ വാഗൺ ട്രാജഡി എന്നോ മറ്റോ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. തീവണ്ടിയില് ആളെ കുത്തി നിറച്ചിട്ട് കുറെ പേര് ശ്വാസം മുട്ടി മരിച്ചില്ലേ? ആ വീട്ടിലിരിക്കുമ്പോ എന്റെ ദൈവമേ, എനിക്കതാ ഓർമ്മ വരുന്നത്. ഒന്ന് നിന്ന് തിരിയായ ഇടമില്ല. വീടിന്റെ വാതില് കടന്നാൽ മുറ്റത്തൂടൊക്കെ തെക്ക് വടക്ക് കോളനിക്കാര് നടക്കുവാ. നമ്മുടെ മോളെ എല്ലാം അങ്ങ് സഹിക്കുക, എന്നിട്ടേ ചിരി വരുത്തി അങ്ങ് നിക്കുക. സുധാമണിയുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ടമ്മേ? ഓ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ തന്നെ. പക്ഷെ സ്നേഹം കടയെ കൊണ്ട് കൊടുത്താലേ ചോറ് കിട്ടുവോ? ആ, അതിന് പണം തന്നെ വേണം. പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ? എന്താ അമ്മേ? ഞാൻ പറയുന്നത് കേട്ട് നീ ഞെട്ടിപ്പോവരുത്. അമ്മ കാര്യം പറ. സുധാമണിയുടെ ഭർത്താവേ, അതായത് നമ്മുടെ അപർണയുടെ അമ്മാവൻ ആരായിരുന്നെന്ന് നിനക്കറിയാമോ? ആരായിരുന്നു? അയ്യോ എന്റെ പൊന്നുമോളെ, അവനൊരു ജയിൽ പുള്ളി, കൊലയാളി. ഈശ്വരാ! ജയിലിനകത്ത് വെച്ച് തീ പിടിച്ച് മരിച്ചെന്നോ തീ കൊളുത്തി മരിച്ചെന്നോ ഒക്കെയാ ഇവിടെ പറയുന്നേ. ദൈവമേ, ഇങ്ങനെ ഒരു കുടുംബത്തിലേക്കാണോ നമ്മൾ നമ്മുടെ മോളെ അയച്ചത്? യോ, നീ വിഷമിക്കാതെ മോളെ. നീ നോക്കിക്കോ, എണ്ണിക്കൊണ്ട് 1 മാസം അതിനകം ഞാൻ നമ്മുടെ മോളെയും കൊണ്ട് അങ്ങോട്ട് വരും, ഉറപ്പാടി. ആ, ഇവിടെ ഞാൻ പൊളിച്ചടുക്കി. ഹലോ ഹലോ, പൊളിച്ചടുക്കി സൂക്ഷിക്കണം കേട്ടോ. ഇപ്പൊ തടിക്കൊക്കെ ഭയങ്കര വിലയാ. എന്താമേ, തടിക്ക് വിലയോ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ആ, നല്ല ഒറിജിനൽ തേക്കാ, നല്ല ഒന്നാന്തരം തേക്ക്. എല്ലാം നമുക്ക് ഉപയോഗിക്കണം. പൊളിച്ചടുക്കുമ്പോ സൂക്ഷിക്കണം. ഓ, സുധാമണി അടുത്തുണ്ട്. ആ, എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ആ, ശരി അമ്മ. ഞങ്ങളുടെ തറവാട്ടിലെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. അത് പൊളിച്ചടുക്കുന്ന കാര്യം പറഞ്ഞതാ. നല്ല ഒറിജിനൽ തേക്കാ. ഇതെന്താ? സംഭാരമാണമ്മേ. ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടതാ. അമ്മ ഒന്ന് കുടിച്ചു നോക്കൂ. അയ്യോ, സംഭാരോ? അവിടെ രാവിലെ 10-ന് ഒരു സാൻഡ്വിച്ചും ഗ്രേപ്പ് ജ്യൂസും, അതാ പതിവ്. ഈ സംഭാരവും ഗിംഭാരവും ഒന്നും എനിക്കിഷ്ടല്ല. അയ്യോ, ഞാനിത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു കരുതി ഉണ്ടാക്കിയതാ. ഏതായാലും ഒന്ന് രുചിച്ച് നോക്കട്ടെ. ഛർദിക്കാൻ വരുന്നു. ഇതാണോ സംഭാരം? ഇഷ്ടപ്പെട്ടില്ലേ അമ്മേ? കുറച്ച് പച്ചവെള്ളം എടുത്തോണ്ട് വാ. ഒരുമാതിരി കയ്പ്. ഓ, എന്താ ഒരു രുചി! സൂപ്പർ.
ഗുഡ് മോർണിംഗ്. ഹായ് ബാലു, അപർണ, ഒരു ന്യൂസ് ഉണ്ട്. എന്ത് ന്യൂസ്? പുതിയ MD ചാർജ് എടുത്തിട്ടുണ്ട്. ആണോ? ആ ആ, എല്ലാവരോടും MD മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കണ്ടു. നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് വാ. പെട്ടെന്നുള്ള മാറ്റമാണല്ലോ ഇതൊക്കെ. ആ ബാലു വന്നേ, MD യെ കണ്ട് കൈയോടെ സോപ്പ് ഇട്ടിട്ട് വരാം. Good morning, Balu and Aparna. Meet our new MD, Kiran. Kiran sir. നിന്റെ ഈ ജയം താൽക്കാലികമാ. അവസാന ജയം എനിക്കായിരിക്കും. നീ നോക്കിക്കോ. കമോൺ. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കാണെന്നായിരിക്കും സംശയിച്ചു നോക്കുന്നത്. അല്ല, ഞാൻ തന്നെയാ പുതിയ MD. പുതിയൊരു ബിസിനസ് മേഖലയിൽ ഇറങ്ങണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അന്ന് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ IT ഫീൽഡ് തന്നെ ആയ എന്താ കുഴപ്പമെന്ന് ആലോചിച്ചു. എങ്കിൽ പിന്നെ ഈ ഓഫീസിനെ വാങ്ങിയാലോ എന്നും ചിന്തിച്ചു. ഇവിടെ ആവുമ്പോ CEO എന്റെ കൂട്ടുകാരൻ, നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവർ. എന്റെ ഭാഗ്യത്തിന് പഴയ മാനേജ്മെന്റിനും ഇത് വിൽക്കാൻ വലിയ സന്തോഷവും. ഞാനിത് കൈയോടെ ഇങ്ങ് വാങ്ങിച്ചു. ഏയ്, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ ഉണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് സർ. ബാലു, അപർണ, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇനി പഴയ പിണക്കവും പരിഭവവും കാണിച്ചുകൊണ്ടിരിക്കുമെന്നായിരിക്കും. നോ, പ്രൊഫഷനും പേഴ്സണൽ കാര്യങ്ങളും ഞാൻ മിക്സ് ചെയ്യാറില്ല. ഇവിടെ ഞാനൊരു മാതൃക MD തന്നെ ആയിരിക്കും. എന്റെ കമ്പനി മറ്റു കമ്പനികൾക്കും ഒരു പടിയെങ്കിലും മുകളിൽ നിൽക്കണം. അത് മാത്രമായിരിക്കും ഇവിടെ എന്റെ ചിന്ത. ഇവിടെ അപർണ എന്റെ കമ്പനിയുടെ ടീം ഗൈഡും ബാലു മിടുക്കനായ IT പ്രൊഫഷണലുമാണ്. നിങ്ങളിൽ കൂടെ എന്റെ കമ്പനിക്ക് എങ്ങനെ ഗുണമുണ്ടാക്കാം, അത് മാത്രമായിരിക്കും എന്റെ ചിന്ത. ഇവിടെ സ്റ്റാഫിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോടക്കാര്യം നേരിട്ട് പറയാം. ഞാനത് പരിഹരിക്കും. കിരൺ സാർ ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ എല്ലാവർക്കും സാലറി ഹൈക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാഫ് ഹാപ്പി ആയിരുന്നാലേ കമ്പനിക്ക് റിസൾട്ട് ഉണ്ടാവും. ബാലു, അപർണ, കമ്പനിയുടെ പേര് ഇനി മുതൽ പുതിയതാണ്. സിസ്റ്റത്തിൽ അതനുസരിച്ച് ചേഞ്ച് വരുത്തണം. യെസ് സർ. KA ഗ്രൂപ്പ്, അതാ പുതിയ പേര്. K എന്നത് കിരണിന്റെ Kയാ. സോ ഇന്നു മുതൽ നമ്മൾ ഒറ്റ ടീമാ. KA ഗ്രൂപ്പിനെ കേരളത്തിലെ നമ്പർ 1 കമ്പനിയാക്കാൻ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. അപർണ, മനസ്സിൽ കയറിയ പെണ്ണിനെ കൈവശപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ഇതുപോലെ അവള് ജോലി ചെയ്യുന്ന കമ്പനി കോടികൾ ചെലവാക്കി വിലയ്ക്ക് വാങ്ങിക്കോടോ?
KA ഗ്രൂപ്പ്, കിരൺ അപർണ ഗ്രൂപ്പ്. പേര് അങ്ങ് അടിപൊളി ആയല്ലേടോ? എന്താ ബാലു? റെസിഗ്നേഷൻ ലെറ്ററാ. നീ എന്താ നോക്കിയിരിക്കുന്നത്? നീയും ലെറ്റർ അടിക്ക്. അവന്റെ ഒരു KA ഗ്രൂപ്പ് നമ്മുടെ മുമ്പിൽ ഷോ കാണിക്കാവൻ. അങ്ങനെ അങ്ങ് തോൽപ്പിക്കാന്ന് അവൻ വിചാരിക്കണ്ട. ബാലു, എനിക്ക് ബാലുവിനോട് കുറച്ച് സംസാരിക്കണം. പറ. ആ, ഇവിടെ ഓഫീസ് വെച്ച് ശരിയാവില്ല. നമുക്കൊന്ന് പുറത്തേക്ക് പോ. വാ ബാലു. ബാലു, ഒരു വാശിക്കും ദേഷ്യത്തിനും വേണ്ടി ഒട്ടും ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി പെരുമാറല്ലേ? ഇവിടെ ഇപ്പൊ രാജിക്കത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളായിട്ട് തന്നെ നമ്മളെ തോൽപ്പിക്കുന്നത് പോലെയാ. അപർണ, ഇവിടെ എനിക്കിപ്പോ നിന്റെ വേദാന്തം ഒന്നും കേൾക്കണ്ട. ഞാൻ രാജി കൊടുക്കാൻ പോവാ. തനിക്ക് വേണമെങ്കിൽ രാജി കൊടുക്കാം, അല്ലെങ്കിൽ തനിക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഞാനില്ല. ഞാൻ ഇറങ്ങുവാ. ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടെന്താ? വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യും. ശരി, വേറെ കയറുന്ന കമ്പനി ഇയാള് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴോ? ഇതൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാ. എന്ത് സാങ്കല്പികം? ഇത് സംഭവിക്കാമെങ്കിൽ അതും സംഭവിക്കാം. ബാലു, ആരെങ്കിലും പേടിച്ച് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ജീവിതാവസാനം വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ദേ, ഇപ്പൊ തന്നെ നമ്മുടെ വിവാഹകാര്യം എന്തുമാത്രം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പിന്മാറിയോ? ഫൈറ്റ് ചെയ്ത് നമ്മൾ ജയിച്ചു. അയാളെ പേടിച്ച് നമ്മൾ പോവല്ല വേണ്ടത്, മറിച്ച് നമ്മൾ പോകുന്നു പറയുമ്പോ അയാൾ പേടിക്കണം. എന്ന് വെച്ചാ നമ്മളിൽ കൂടെ കമ്പനിക്ക് നല്ല റിസൾട്ട് കിട്ടണം. നമ്മൾ കമ്പനിയിലെ ഏറ്റവും ഡിമാൻഡുള്ള രണ്ടുപേരാവണം. പിന്നെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഇവിടുത്തെ ജോലി കളഞ്ഞൂന്നിരിക്കട്ടെ, ഉടനെ അടുത്തൊരു കമ്പനിയിൽ ചെന്നങ്ങ് കയറാൻ പറ്റുമോ? ജോബ് വേക്കൻസിയുടെ കാര്യമൊക്കെ അറിയാലോ. എന്റെ ബാലു, എന്ന് വെച്ച് അഭിമാനം പണയം വെച്ച് നിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ അയാളുടെ വാക്കുകളിൽ എന്തോ ഒരു ആത്മാർത്ഥത തോന്നി. ഒരു നല്ല ബിസിനസ് സ്ഥാപനം എന്ന് മാത്രമായിരിക്കും അയാൾ ഇതിനെ കാണുന്നേ. സ്റ്റാഫ് ഒക്കെ ഹാപ്പിയാ. 20% ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? നമ്മളെ സംബന്ധിച്ചും ഇതൊരു വലിയ കാര്യം തന്നെയാ. ഗ്രൂപ്പ് കിരണാണെന്ന് അവൻ പറഞ്ഞു. അപ്പൊ എന്താ? എന്തായ നമുക്കെന്താ? ജോലി ചെയ്യാ, ശമ്പളം വാങ്ങുക, നമ്മൾ അത് നോക്കിയാ മതി. അയാള് Kന്നോ KPന്നോ ഒക്കെ പേരിടട്ടെ. അവനെ ഇനി സാറേന്ന് വിളിക്കണം. ആ, അത് വേണം. നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുമ്പോ അവിടുത്തെ പ്രോട്ടോകോൾ പാലിക്കുക തന്നെ വേണം. കിരണിനെ അല്ല, കമ്പനിയുടെ MDയെയാ നമ്മൾ സാറെന്ന് വിളിക്കുന്നത്. ബാലു, ആ ലെറ്റർ ഇങ്ങ് തന്നെ. കീറട്ടെ? അവന്റെ റെസിഗ്നേഷനാ അവള് കീറുന്നത്. ഇന്ന് അവള് റെസിഗ്നേഷൻ ലെറ്റർ കീറി. നാളെ അവളെ കൊണ്ട് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ കീറിക്കും. യാമിനി, യാമിനി, ആ എന്താ ഏട്ടാ? ആ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു ചെറിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എന്താ ഏട്ടാ? നമ്മുടെ കിരൺ കിരൺ അപർണയും ബാലുവും വർക്ക് ചെയ്യുന്ന സ്ഥാപനം സ്വന്തമാക്കി.
എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്നേ ഒരു സൂചന തന്നിരുന്നല്ലോ. ആ, കിരൺ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്. ഇത് അതിന്റെ തുടക്കമാണ്. എന്നുവെച്ചാ എന്ന് വെച്ചാൽ അവൻ ഇപ്പോ ഒരു സ്ഥാപനം നടത്തി കാശ് സമ്പാദിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ബിസിനസ്സിലും താല്പര്യമില്ല. പക്ഷേ ബാലുവിന്റെയും അപ്പുവിന്റെയും ഓഫീസ് കിരൺ വിലയ്ക്ക് വാങ്ങി. ഹ, ആ സ്ഥാപനം അവൻ വാങ്ങിയത് ചില കണക്ക് കൂട്ടലുകളോടെയാ. ഞാൻ പറയുന്ന എന്തൊക്കെയെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? എടി, കിരണിന്റെ മനസ്സിൽ നിറയെ അപർണയാ. അവൻ അപർണയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറാ. അപർണ വേറെ വിവാഹം ചെയ്തതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. ഇപ്പോ അപ്പുമോളുടെ ഓഫീസ് കൂടി വാങ്ങിയ സ്ഥിതിക്ക് എല്ലാം നമുക്ക് അനുകൂലമായി വരികയാണെന്നാ തോന്നുന്നത്. ഏത് അമ്മയച്ഛനും എവിടെ പോവാ? അച്ഛന്റെ കുടുംബ വീട് വരെ പോവാ മോളെ. പെട്ടെന്ന് എന്താ അമ്മ ഇത്ര അത്യാവശ്യമായിട്ട്? ആ, വസ്തുവിന്റെ ചില കാര്യങ്ങൾക്ക്. ആ മോളെ, വൈകുന്നേരത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരും. നീ കഥ കടച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നോണം. പുറത്തോട്ടൊന്നും ഇറങ്ങി നടക്കരുത്, കേട്ടല്ലോ? ക്ലാസ്സിലല്ലോ മോളെ, മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുക കേട്ടോ. തലയാട്ടിയാ പോരാ, പഠിക്കണം. ആ നടക്ക്. ഹലോ ഹലോ സാഗർ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താടി? എടാ, എന്നെ നീ അത്യാവശ്യം ഒന്ന് വീട്ടിലോട്ട് വരണം. അയ്യോ, അച്ഛനും അമ്മയൊക്കെ ഒരിടം വരെ പോയിരിക്കുക. നീ വരണം, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. കാര്യം എന്താ? ഒക്കെ നേരി പറയാം. ഒരു അത്യാവശ്യ കാര്യം, നീ വന്നേ പറ്റൂ. വേഗം വാടാ. ശരി, വരാം. ഞാൻ പറഞ്ഞ സത്യമാ. നിനക്കറിയാലോ, ഞാൻ ആരെ കുറിച്ചും കുറ്റം പറയുന്ന ഒരാളല്ല. നിനക്കറിയാമോ ആ വിജയലക്ഷ്മി? അവൾ രാവിലെ തന്നെ സാരി ഉടുത്ത് ലിപ്സ്റ്റിക് തേച്ച് ആ ബേക്കറി ചെന്നങ്ങ് നിൽക്കും. വെറുതെ കിടന്ന് ആവശ്യമില്ലാതെ സംസാരിക്കാന്നേ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. സാഗർ, അന്നത്തെ ഇഷ്യൂന് ശേഷം ഞാൻ മനഃപൂർവ്വം മാറിയുന്നതാ. ഞാൻ കാരണം നീ ഇനിയും പ്രശ്നത്തിലാവാൻ പാടില്ല. പിന്നെ നിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ച അഭിനയിക്കൊക്കെ നാണക്കേടാ. എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനോ. അത്യാവശ്യ കാര്യോ? എന്താ അത്യാവശ്യ കാര്യം? എന്റെ അച്ഛൻ ഈ കോളനി വിൽക്കാൻ പോവാ. സത്യവാ, ഏതോ റിസോർട്ടുകാർക്ക് വിൽക്കാൻ പോന്നെ. അതിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.